വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളലില്ലെന്നും വെള്ളം കിനിഞ്ഞിറങ്ങുക മാത്രമാണ് ഉണ്ടായതെന്നുമുള്ള വിചിത്രവാദവുമായി മന്ത്രി കെ രാജൻ. എന്റെ രാജേട്ടന് ആരെങ്കിലും ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊടുക്കണമേ, ആ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ഇടം ഒന്ന് ഒട്ടിച്ചു വെക്കാനാ. അയ്യോ, ആരും തെറ്റിദ്ധരിക്കരുതേ, അവിടെ വെള്ളം കിനിഞ്ഞിറങ്ങുക മാത്രമാണ് ചെയ്യുന്നത്, അവിടെ വിള്ളലില്ല. അവിടെ ഉള്ളത് ഷ്രിങ്ക് ക്രാക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കിനിഞ്ഞു വരുന്നു ഒരു വീടിന്റെ മുഖത്ത്. വിള്ളലില്ലാതെ വെള്ളം എവിടെ നിന്നാണ് കിനിഞ്ഞിറങ്ങുന്നത് എന്ന് കൂടി പറയാമോ രാജേട്ടാ? നിങ്ങൾ കരുതുന്ന ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല, അത് കിനിഞ്ഞിറങ്ങലാണ്. എത്ര ദൗർഭാഗ്യകരമായ കിനിഞ്ഞിറങ്ങൽ! എത്രയും പെട്ടെന്ന് ആ കിനിഞ്ഞിറങ്ങിയ വെള്ളത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം രാജേട്ടാ. നമ്മുടെ വയനാട് ടൗൺഷിപ്പ് പദ്ധതിയെ മാനം കെടുത്താൻ വേണ്ടി, അതിനെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം വെള്ളം സ്വയം കിനിഞ്ഞിറങ്ങിയതാ. വിള്ളലില്ലാത്തയിടത്തുകൂടി കിനിഞ്ഞിറങ്ങാൻ ആരാണ് അതിന് ഇത്രയും ധൈര്യം കൊടുത്തത്? ആ വെള്ളത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടശക്തികൾ, കറുത്ത കരങ്ങൾ ആരുടേതാണ് തുടങ്ങിയ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് നമുക്ക് മുന്നിൽ റിപ്പോർട്ട് വരണം. റവന്യൂ വകുപ്പ് അതിന് മുൻകൈ എടുക്കണം രാജേട്ടാ. വെള്ളം കിരിഞ്ഞു വരുന്നു ഒരു വീടിന്റെ മുഖത്ത്. കൈമാറുന്നതിന് ശേഷം ഉണ്ടായാലല്ലേ ഈ പ്രശ്നത്തിന്റെ വിഷയം ഉണ്ടാകുള്ളൂ. പിന്നെ കൈമാറുന്നതിന് മുൻപ് കിനിഞ്ഞിറങ്ങിയാൽ അതൊരു പ്രശ്നമല്ല. കൈമാറിക്കഴിഞ്ഞ് അവിടെ താമസമായി കഴിഞ്ഞ് അതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലേ അതൊരു പ്രശ്നമാകുന്നുള്ളൂ. നിങ്ങൾ കരുതുന്ന ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല, അത് കിനിഞ്ഞിറങ്ങലാണ്. ക്രാക്ക് എന്ന വാക്ക് തന്നെയാണ് ഈ അവസരത്തിന് പറ്റുന്നത് എന്നാണല്ലോ വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞത്. കിളി പോയവരെയാണ് സത്യം പറയാം. ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നല്ല മാർക്ക് ചെയ്തത്. ഇനി കിനിഞ്ഞിറങ്ങല് അവിടെ താമസിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ, അവിടെ കിനിഞ്ഞിറങ്ങൽ ഒരു പ്രശ്നമാണെങ്കിൽ, സാധാരണ വെള്ളം രാജൻ ചേട്ടന്റെ ഒക്കെ വീടിന്റെ മുകളിലൂടെ കിനിഞ്ഞിറങ്ങുമ്പോൾ രാജൻ ചേട്ടനൊന്നും അത് പരിഗണിക്കാറേയില്ല. അതിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ടാണ് രാജൻ ചേട്ടന്റെ ഒക്കെ വീട്ടിലെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ ചിലർക്കൊക്കെ സർക്കാർ ചുമ്മാ കൊടുത്തതായതുകൊണ്ട്, ഔദാര്യം കൊടുത്തതായതുകൊണ്ട് കിനിഞ്ഞിറങ്ങലൊക്കെ ഒരു പ്രശ്നമായെന്ന് വരാം. അല്ലേ രാജേട്ട? അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ ഈ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും താക്കോലൊക്കെ കൈമാറി കഴിഞ്ഞ് അത് ഇടിഞ്ഞു വീഴാൻ സമയത്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. ഇതിനപ്പുറം സർക്കാർ എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? പിന്നെ പെൻസിലിന്റെ പാട് സാൻഡ് പേപ്പർ വെച്ച് മായ്ക്കാൻ പറഞ്ഞു തന്ന ഐഡിയ ആരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ ഐഡിയ? അതായത് വീടിന് വിള്ളലുണ്ടെന്ന് പറഞ്ഞത് വീട്ടുടമസ്ഥൻ തന്നെയാണ്. നാട്ടുകാരോ മീഡിയയോ രാഷ്ട്രീയക്കാരോ ഒന്നും അല്ല, വേറെ പ്രതിപക്ഷ പാർട്ടിക്കാരോ അല്ല. അങ്ങനെ വിള്ളലുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഊരാളുങ്കൽ എഞ്ചിനീയർമാർ വന്ന് അതവിടെ മാർക്ക് ചെയ്തു പെൻസിൽ കൊണ്ട് വിള്ളലുണ്ട് എന്ന് പറഞ്ഞ ഭാഗം. ആ സ്റ്റൂളോ എന്താ ചരുവോ കമഴ്ത്തിയിട്ട് കയറി നിന്ന് രാജൻ ചേട്ടൻ തത്സമയം ഒരു മാസ് പ്രകടനം കാഴ്ചവെച്ച് ആ പെൻസിൽ വരെ അങ്ങ് സാൻഡ് പേപ്പർ കൊണ്ട് മായ്ച്ചു കളഞ്ഞു. ആ സമയത്തൊരു തൂക്ക് ഡബർ തന്നിരുന്നെങ്കിൽ ആ ഡബർ കൊണ്ട് കുറച്ചുകൂടി അന്തസ്സായിട്ട് എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മായ്ച്ചു കളയരുതായിരുന്നു രാജേട്ടാ? മന്ത്രിയും ഇന്ന് ഈ വിവാദത്തെ ഒട്ടാകെ മായ്ച്ചു കളയാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഒടുവിൽ മന്ത്രി തന്നെ ഇതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ മനുഷ്യരെ? ആ വിരൽ കൊണ്ട് ഉരച്ചു നോക്കി വിള്ളൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ രാജേട്ടൻ്റെ ഒരു ഭാഗം, ഒരു മേൽക്കൂര. ഈ മേൽക്കൂരകൾ സർക്കാരിന്റെ റൂം ഫോർ റിവർ, റൂം ഫോർ സൺലൈറ്റ് തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായിട്ട് പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് നിൽക്കത്തക്ക വിധത്തിൽ മേൽക്കൂര നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അത് മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചതാണ്. ഈ ജലം അമൂല്യമാണല്ലോ, അതുപോലെ തന്നെ സൂര്യപ്രകാശം അമൂല്യമാണല്ലോ. പിന്നെ ഈ വീടിനകത്ത് ഇരുന്ന് തന്നെ മനുഷ്യർക്ക് മഴവില്ല് കാണാം, ആകാശം കാണാം, നക്ഷത്രങ്ങൾ കാണാം, മേഘം കാണാം. അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം അവർക്ക് ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മഴ പെയ്താൽ വെള്ളം അകത്ത് തന്നെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. സൂര്യപ്രകാശത്തിൻ്റെ കുറവ് കൊണ്ട് മനുഷ്യർക്ക് വിറ്റമിൻ ഡിയുടെയൊക്കെ അഭാവം ഭയങ്കരമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടണം. ഇതിനൊക്കെ വേണ്ടി മനഃപൂർവ്വം സ്ഥാപിച്ച ചില എന്തായിരുന്നു കിനിഞ്ഞിറങ്ങൽ പാളികളാണവ. ഇത്രയും കാര്യക്ഷമമായിട്ട് ആ പാളികൾ അത് നിർമ്മിച്ചതിന് ഊരാളുങ്കലിനൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കണം. അവർക്ക് എക്സ്ട്രാ വല്ല കാശും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം അവിടെ താമസിക്കുന്ന ആൾക്ക് നിർബന്ധമാണെങ്കിൽ അത് അടച്ചേക്കാം, അവർക്ക് തന്നെ നഷ്ടം അല്ലേ രാജേട്ടാ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വൈറ്റ് കളർ സെല്ലോ ടേപ്പ് വെച്ച്, ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി. അതാകുമ്പം ആ സൺലൈറ്റ് ഒക്കെ ഇറങ്ങി വരികയും ചെയ്യും. വലിയ രീതിയിൽ അതിനെ ബാധിക്കില്ല. വെള്ളം വീണ്ടും കിരിയുന്നുണ്ടെങ്കിൽ വീണ്ടും അത്
ക്യൂർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം കിനിഞ്ഞിറങ്ങാനുള്ള വിള്ളലുകൾ വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കപ്പെടും. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അത് റെഡിയാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അങ്ങനെ കോടികൾക്കുമേൽ കോടികൾ അടുക്കി വെച്ചുള്ള ഒരു വലിയ പദ്ധതിയാണ് ഞങ്ങൾ ഈ ടൗൺഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഊരാളുങ്കലിനെ രക്ഷപ്പെടുത്തേണ്ടതും നിലനിർത്തേണ്ടതും നമ്മുടെ ബാധ്യതയായി പോയില്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കിനിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിന്റെ മീതെ വാട്ടർ പ്രൂഫിങ്ങും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള കോൺക്രീറ്റിംഗ് നടത്തും. മെയിൻ വാർപ്പ് കഴിഞ്ഞ സ്ഥലത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. അത് പിന്നെയും എല്ലാം കോൺക്രീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം ആള് കയറി താമസിച്ചാൽ മതി. ഇതിപ്പം ഞങ്ങളുടെ ഒരു ധൃതിയുടെ ഭാഗമായിട്ടുണ്ടായതാ. എന്തൊരു സംഭവം പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യണം, ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇത് ഇത്തിരി പബ്ലിസിറ്റി കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായി പോയി ഇതിന്. അതുകൊണ്ടാണ് ഞങ്ങളത് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തത്. ആളുകൾ കയറി താമസിക്കുക എന്നുള്ളതല്ലല്ലോ വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. മനുഷ്യരെ താമസിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ, നമുക്കൊരു നേട്ടമായിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഈ ടൗൺഷിപ്പ്. അപ്പോൾ അതിനുള്ള പണികളെ അവിടെ നടത്തത്തുള്ളൂ. മനസ്സിലായില്ലേ? ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കാൻ. താമസിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് തന്നെ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ വെച്ച വീടിന് എന്തെങ്കിലും ഒരു ലീക്കേജോ പ്രശ്നമോ ഉണ്ടായാൽ കയറി താമസിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അടുത്ത ആളെ വിളിച്ച് നിങ്ങളത് കാണിച്ച് നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കി നിങ്ങളത് റിപ്പയർ ചെയ്യണം. അതിനുള്ള മര്യാദ കാണിക്കണം. സർക്കാരെ കൊടുത്തതെന്ന് പറഞ്ഞ് സർക്കാരിന് ഇക്കാര്യത്തിലൊന്നും ഉത്തരവാദിത്വമില്ല. അവന്റെ ചെവിട് പിടിക്കും പണിതവന്റെ. ആ ചെവിട് പിടുത്തം ഗവൺമെന്റും തുടരും. ഓ, ഊരാളുങ്ങളുടെ ചെവിട് പിടിക്കുവോ? നമ്മൾ വിചാരിച്ചതുപോലല്ല. രാജേട്ടൻ ഭയങ്കരം തന്നെ. അവരെ ഇതിന്റെ പേരിൽ കൊന്നു കളഞ്ഞേക്കരുതേ രാജേട്ടാ. ഇരുത്തി പിടിച്ചങ്ങോട്ട് തേക്ക് രാജേട്ടാ. അതെല്ലാം കൂടി ഇടിഞ്ഞു പൊടിഞ്ഞ് തലയിലോട്ട് വീഴട്ടെ. അല്ല, ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രധാന സംശയമേ, അവിടെ മഴ പെയ്യുമ്പോൾ ബാക്കി നോക്കാന്നല്ലേ പറയുന്നത്. മഴ പെയ്യുന്ന സീസൺ ആകുമ്പോൾ മന്ത്രിയായിട്ട് തന്നെ തുടരുമോ? അന്നേരം മന്ത്രി ഞാനല്ല ഇപ്പോഴത്തെ മന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞ് കൈ മലർത്തുമോ എന്നുള്ള ഒരു സംശയം ന്യായമായിട്ടും വരാം. ഏത് അടുത്ത മൺസൂൺ വരുമ്പോൾ നമ്മൾ കസേര കാണുമോ എന്നുള്ള സംശയം. ജനകീയനാണെന്ന് തെളിയിക്കാൻ കുതിരയുടെ പുറത്ത് കയറേണ്ടി വരുന്ന ഒരവസ്ഥ. എന്ത് ബുദ്ധിമുട്ടിയാ കയറുന്നതെന്ന് നോക്കിയാൽ ജനങ്ങളെ സേവിക്കാൻ. അതൊക്കെ ശിവൻകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഒറ്റ ചാട്ടത്തിന് എങ്ങനെയാണ് ഡെസ്കിലോട്ട് കയറുന്നതെന്നും അടുത്ത ഡെസ്കിലോട്ട് ചാടുന്നതെന്നും. വീട് കൈമാറിയതിനു ശേഷവും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏതായാലും ഇവരൊക്കെ ഇനിയിപ്പോൾ മന്ത്രി കസേര ഇല്ലെങ്കിലും തുടർന്ന് മുന്നോട്ട് ജീവിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായി. എല്ലാവർക്കും ഓരോ തൊഴിൽ അറിയാം കേട്ടോ. അപ്പം മന്ത്രി, ഇവിടെ ധൃതിയൊന്നുമില്ല. ചോർച്ചയൊക്കെ പരിഹരിച്ച് വീടിൻ്റെ പണിയൊക്കെ പൂർണ്ണമായും പൂർത്തിയായതിനു ശേഷം ആ പാവങ്ങളെ അതിനകത്തോട്ട് കയറ്റി താമസിപ്പിച്ചാൽ മതി. ഔദാര്യം അല്ല ഇത്. ആളുകൾക്ക് അർഹതപ്പെട്ടതാണ്. ഇത് നാട്ടുകാരുടെ കാശാണ്. ഇത് നാട്ടുകാരുടെ ഒരു പദ്ധതിയാണ്. സർക്കാരിൻ്റെ നേട്ടം എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടാനുള്ള ഒരു സംഭവമല്ല വയനാട് ടൗൺഷിപ്പ് പദ്ധതി. മനസ്സിലായോ? എന്നാൽ പിന്നെ രാജേട്ടൻ ചെല്ല്, അടുത്ത വീട് നോക്കണ്ടേ.